ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിംഗിൾട്ടൺ സെറ്റ്. അതായത് സിംഗിൾട്ടൺ എന്ന് വെച്ചാൽ ആ സെറ്റിനകത്ത് ആകെ ഒരൊറ്റ എലമെന്റ് മാത്രം. നിങ്ങൾ സിംഗിൾ എന്ന് ഓർത്താൽ മതി. സിംഗിൾട്ടൺ എന്ന് പറയുമ്പോൾ ഒരൊറ്റ എലമെന്റ് മാത്രമേ കാണാവുള്ളൂ. ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ മോഡ് എക്സ് ഈക്വൽ ടു 5 എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ. മോഡ് എക്സ് ഈക്വൽ ടു 5 അവിടെ എക്സ് എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പറുമാണ്. ഇപ്പോൾ നമ്മൾ മോഡ് എക്സ് ഈക്വൽ ടു 5 എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ എക്സ് രണ്ട് വാല്യൂസ് ഉണ്ട്. മോഡ് എക്സ് ആയതുകൊണ്ട് അതിന് പ്ലസ് എക്സും വരാം മൈനസ് എക്സും വരാം ആൻസർ ആയിട്ട്. ഇവിടെ പ്ലസ് 5 എന്നും വരാം മൈനസ് 5ഉം എക്സിന്റെ വാല്യൂസ് ആയിരിക്കും. പക്ഷേ ഇവിടെ പ്രത്യേകത എക്സ് എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ ആ പ്ലസ് 5 മാത്രം എടുക്കുള്ളൂ, മൈനസ് 5 എടുക്കില്ല. നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് പ്ലസ് 5 മാത്രമായിരിക്കും അത് വരിക. അപ്പോൾ എക്സിന് ഒരു ഒറ്റ വാല്യൂ ഉള്ളൂ, പ്ലസ് 5 മാത്രം. അപ്പോൾ ഇതിനകത്ത് ഒറ്റ എലമെന്റേ കാണുള്ളൂ, 5 മാത്രം. അതുകൊണ്ട് ആ സെറ്റ് എന്തായിരിക്കും? സിംഗിൾട്ടൺ ആയിരിക്കും. എ ആയിരിക്കും ഓപ്ഷൻ. ഇവിടെ അവിടെ വെച്ച് നിർത്തുക. വേണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ഇവിടെ മോഡ് എക്സ് ഈക്വൽ ടു 6 എന്നാണ് വന്നേക്കുന്നത്. ഇവിടെ അതേ കേസ് തന്നെ മോഡ് എക്സ് രണ്ട് വാല്യൂ ഉണ്ട്, പ്ലസ് എക്സും ഉണ്ട് മൈനസ് എക്സും. ഇവിടെ പ്ലസ് 6ഉം വരും മൈനസ് 6ഉം വരും. പക്ഷേ ഇവിടെ പ്രത്യേകത എക്സ് എലമെന്റ് ഓഫ് ഇസഡ് ആണ്. ഇസഡ് ഇൻഡിജേഴ്സ് ആണ്. ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സും വരാം പോസിറ്റീവും വരാം. അതുകൊണ്ട് തന്നെ മൈനസ് 6ഉം അതുപോലെ പ്ലസ് 6ഉം ഇസഡിലെ എലമെന്റ് ആണ്. അവിടെ രണ്ട് എലമെന്റ് ഉണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ എലമെന്റ് ആയതുകൊണ്ട് എന്തായിരിക്കും അത്? സിംഗിൾട്ടൺ അല്ല. ഇപ്പൊ കൃത്യമായിട്ട് ഒരു എലമെന്റ് മാത്രമുള്ളതാണ് സിംഗിൾട്ടൺ സെറ്റ്. 0 അതായത് നൾ സെറ്റ് വന്നാലും അത് സിംഗിൾട്ടൺ അല്ല. ഒരു എലമെന്റ് പോലും ഇല്ലാത്ത സെറ്റും എന്തല്ല? സിംഗിൾട്ടൺ അല്ല. കൃത്യമായിട്ട് ഒരു എലമെന്റ് മാത്രം ഉള്ള സെറ്റാണ് സിംഗിൾട്ടൺ. അപ്പൊ അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ഓൺലി വൺ സബ്സെറ്റ്. താഴെ കൊടുത്തിരിക്കുന്നില്ല ഏതിനാണ് ഒരു സബ്സെറ്റ് മാത്രം ഉള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, സബ്സെറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു സെറ്റ് എടുക്കുക. സെറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഏത് സെറ്റ് എടുത്താലും അതിന്റെ എല്ലാം സബ്സെറ്റ് ആയിട്ട് നൾ സെറ്റ് കാണും. നൾ സെറ്റ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് നമ്മൾ എഴുതാറുണ്ട്. പിന്നെ അതിലുള്ള ഓരോ എലമെന്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? കോമയിട്ട് വേർതിരിച്ച് എഴുതുന്നതാണ് സബ്സെറ്റുകൾ. ഇപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നൾ സെറ്റാണ് തന്നിരിക്കുന്നത്. ഇതിൽ എലമെന്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ ആദ്യത്തെ എഴുതാൻ എലമെന്റ് ഇല്ല. പക്ഷെ നമുക്കറിയാം ഏത് സെറ്റ് എടുത്താലും അതിന്റെ എല്ലാം സബ്സെറ്റായിട്ട് ആര് കാണും? നൾ സെറ്റ് കാണും. അതുകൊണ്ട് ഈ സെറ്റിന് ഒരൊറ്റ സബ്സെറ്റ് കാണും, അത് നൾ സെറ്റ് തന്നെ ആയിരിക്കും. അതാണ് ബി ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ എലമെന്റ് 4ആണ് തന്നിരിക്കുന്നത്. 4 അതിന്റെ എലമെന്റ് ആണ്. അപ്പോൾ അതിന് സബ്സെറ്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 4ഉം അതിന്റെ സബ്സെറ്റിൽ വരും, അതുപോലെ തന്നെ നൾ സെറ്റും വരും. അടുത്ത ഓപ്ഷൻ സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4,5 ഉണ്ട്. അപ്പോൾ ഇതിന്റെ സബ്സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് എഴുതാം? നൾ സെറ്റ് എഴുതാൻ സബ്സെറ്റ് ആയിട്ട്. അതുപോലെ 4 സെറ്റ് എഴുതി കഴിഞ്ഞാൽ സബ്സെറ്റ് ആയിരിക്കും, 5 അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. അതുപോലെ 4,5 എന്ന് എഴുതിയാൽ അതും അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. ലാസ്റ്റും 0 ആണ് സബ്സെറ്റ് കൊടുത്തേക്കുന്നത്, സെറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിന് സബ്സെറ്റ് ഏതൊക്കെയായിരിക്കും? 0 എഴുതാം, അതുപോലെ നൾ സെറ്റും അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. അവിടെ രണ്ട് എലമെന്റ് ഉണ്ട്. അപ്പോൾ ഒരൊറ്റ എലമെന്റ് മാത്രം സബ്സെറ്റ് ഉള്ളത് നൾ സെറ്റിനാണ്. ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബാക്കിൽ അത് നോക്കുക. നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും. ഇപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നത് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആദ്യമേ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു നോക്കുക. വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നിരിക്കുന്ന രണ്ട് സെറ്റ് ഉണ്ട്. രണ്ട് സെറ്റിൽ മൊത്തം എലമെന്റ്സ് എമ്മും എന്നും എലമെന്റ്സ് ഉള്ള രണ്ട് സെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വെറുതെ എടുക്കുന്ന ഒരു എയും ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ട് സെറ്റ് എയും ബി എടുത്തു കഴിഞ്ഞാൽ എയിൽ മൊത്തം എം എലമെന്റ്സും ബിയിൽ മൊത്തം എൻ എലമെന്റ്സും ആണുള്ളത്. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് സെറ്റിനെയും സബ്സെറ്റ് എഴുതുക. അപ്പോൾ എയുടെ സബ്സെറ്റുകളുടെ എണ്ണം ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണത്തിനേക്കാൾ 56 കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പോൾ എക്ക് ബിയെക്കാളും 56 അധികമുണ്ട് എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള വ്യത്യാസമാണ് 56. അധികം എന്ന് വെച്ചാൽ അവരുടെ വ്യത്യാസമാണ് 56. അതായത് ആദ്യത്തെ സെറ്റിന്റെ സബ്സെറ്റുകളുടെ എണ്ണത്തിൽ നിന്ന് രണ്ടാമത്തെ സബ്സെറ്റിന്റെ എണ്ണം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 56 കിട്ടും. നിങ്ങളുടെ ആ മെറ്റീരിയലിൽ കൊടുത്തേക്കുന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുറച്ചുകൂടെ സ്റ്റെപ്പ് ഇട്ടൊന്ന് മാറ്റി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ചെയ്ത കാര്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം എസ് ഓഫ് എ എന്ന് വെച്ചാൽ എയിലുള്ള സബ്സെറ്റുകളുടെ എണ്ണം, എയുടെ സബ്സെറ്റ് എണ്ണമാണ്. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് എ എടുക്കുകയാണെങ്കിൽ അതിൽ n എലമെന്റ്സ് ഉള്ള സെറ്റ് ആണെങ്കിൽ അതിന് സബ്സെറ്റ് എണ്ണ ഇക്വേഷൻ ഉണ്ട്. അത് 2n ആണ്. n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ മൊത്തം 2n സബ്സെറ്റുകളായിരിക്കും കാണുക. ഇവിടെ എന്ന് വെച്ചാൽ ആദ്യത്തെ എയിൽ മൊത്തം ഉള്ളത് m എലമെന്റ്സ് ആണ്. m എലമെന്റ്സ് ആയതുകൊണ്ട് 2m സബ്സെറ്റുകൾ അതിന് കാണും.
ഇപ്പൊ എസ് ഓഫ് ബി എന്ന് വെച്ചാൽ ബി എന്ന് പറയുന്ന സെറ്റിലെ സബ്സെറ്റിന്റെ എണ്ണം. അവിടെ മൊത്തം n എലമെന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും 2n സബ്സെറ്റുകൾ അതിന് കാണും. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ എന്താണ് എക്ക് 56 അധികം ഉണ്ട് എന്ന് വെച്ചാൽ അവരുടെ വ്യത്യാസമാണ് 56. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് 2m മൈനസ് 2n വാല്യൂ 56 ആയിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം രണ്ട് ടേമിൽ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ടേമിൽ എന്ത് ചെയ്യുന്നു, ഒരു 2n കോമൺ എടുത്തു. അപ്പൊ 2n കോമൺ എടുക്കുക. അപ്പൊ ഒരു നമ്പർ കോമൺ എടുക്കുക എന്ന് വെച്ചാൽ അർത്ഥം ആ നമ്പർ കൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യുക എന്നാണ്. നമ്മൾ ആദ്യത്തെ ടേമിൽ നിന്നുള്ള 2m നിന്ന് ഒരു 2m പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ടേമിന് എന്ത് ചെയ്യുക, 2n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 2m ബൈ 2n എന്ന് വരും. അടുക്ക് മൈനസ്. അതുപോലെ രണ്ടാമത്തെ ടൈം ഇതാണ് 2n. അതിൽ എന്ത് ചെയ്യുന്നൊരു 2n കോമൺ എടുക്കുക. അവിടെ എന്ത് ചെയ്തേക്കുക, ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റൈറ്റ് സൈഡ് അതുപോലെ 56 തന്നെ. താഴേക്ക് വരുമ്പോൾ വീണ്ടും ആദ്യത്തെ 2n അതുപോലെ എഴുതുക. ഇനി എന്താണ് 2m ബൈ 2n ഉള്ളത്. ഇപ്പൊ താഴത്തെ 2n മേളിൽ പോയി കഴിഞ്ഞാൽ 2 n ആവും. അപ്പം 1 പവർ എന്ത് ചെയ്യുക, നെഗറ്റീവ് കൊടുക്കുക. ബാക്കി ഈ 2n കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി 1 മാത്രം. ഇനി ഇവിടെ റൈറ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ 56 ഈ കിടക്കുന്ന നമ്പറിനെ ഏതെങ്കിലും അടുത്തടുത്തുള്ള രണ്ട് നമ്പറിനെ, അതായത് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഏതെങ്കിലും രണ്ട് നമ്പറിനെ പ്രോഡക്റ്റ് ആക്കി എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതുക. അത് മൾട്ടിപ്പിൾസ് ആക്കി എഴുതുക. അപ്പോൾ ഞാൻ നോക്കുക 56 നമുക്ക് തന്നെ എഴുതാം 7x8 എന്ന് എഴുതാൻ പറ്റും. അത് അടുത്തടുത്ത രണ്ട് നമ്പറാണ്. സോ 7x8 56 തന്നെയാണ്. ആ വാല്യൂ വ്യത്യാസമൊന്നുമില്ല. അതൊന്ന് മാറ്റി എഴുതുന്നേ ഉള്ളൂ. 7x8 എന്ന് എഴുതി. ഇനി വീണ്ടും താഴേക്ക് വരുമ്പോൾ നമ്മുടെ 2n അതുപോലെ ഇവിടെ എന്ന് വെച്ചാൽ a(m)(a)(n) ഫോമാണ്. a(m)(a)(n) ഫോം. ഓക്കെ. അപ്പോൾ അവിടെ എന്താണ് a(m+n) ആണ്. അപ്പോൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ a(m+n) എന്ന് പറയുമ്പോൾ m-n ആയതുകൊണ്ട് m-n എന്ന് വരും. ബാക്കി -1 അതുപോലെ. ബാക്കി റൈറ്റ് സൈഡ് വീണ്ടും ഒന്ന് മാറ്റുന്നു. ഇതിനെ നമുക്ക് 7നെ വീണ്ടും എന്താണ് ഇവിടെ മൊത്തം 2ന്റെ പവർ അടക്കുന്നത്. ഇവിടെ എല്ലാ നമ്പറും 2ന്റെ പവർ ആയതുകൊണ്ട് റൈറ്റ് സൈഡ് എന്ത് ചെയ്യുക, നമ്മൾ 2ന്റെ പവർ ആക്കി മാറ്റുക. അപ്പോൾ നമുക്ക് 7ന് എന്ത് ചെയ്യാൻ പറ്റും, 8-1 എന്ന് എഴുതാൻ പറ്റും. 8 എന്ന് വെച്ചാൽ 2ന്റെ ക്യൂബാണ്. സോ 2ന്റെ ക്യൂബ് -1 എന്ത് തന്നെ 7 തന്നെ. 2ന്റെ ക്യൂബ് 8, 8-1 7 തന്നെ. ഈ 8നെ വീണ്ടും അതുപോലെ നമ്മൾ എഴുതി 2ന്റെ ക്യൂബ് എഴുതി വെച്ചു. മാറ്റമൊന്നുമില്ല. വീണ്ടും ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അതുപോലെ ലെഫ്റ്റ് സൈഡ് അതുപോലെ എഴുതിയിരിക്കുകയാണ്. വീണ്ടും ഇതൊന്നും തിരിച്ച് എഴുതി വെച്ചു. ഈ 2ന്റെ ക്യൂബ് ആദ്യം എഴുതുക 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് -1 എന്ന് എഴുതി വെച്ചു. ഇനി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഉള്ളത് 2n ഇവിടെ ഒരു 2(3) ഉണ്ട്. ഇവിടെ ഒരു 2(m-1) ഉണ്ട്. ഇവിടെ ഒരു 2(3-1) ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, രണ്ടും സെയിം ടേമുകൾ ആയതുകൊണ്ട് ഇതെന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. അതായത് ഈ 2n 2(3) ഇല്ലയോ അതിന് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2n = 2(3) എന്ന് വരും. അപ്പോൾ എന്തായിരിക്കും, പവർ ബേസ് സെയിം ആണ്. ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. അതുകൊണ്ട് പവർ എന്തായേ പറ്റൂ, സെയിം ആയേ പറ്റൂ. സോ എന്തായിരിക്കും, n-ന്റെ വാല്യൂ 3 ആയിരിക്കും. അതുപോലെയാണ് ഇവിടെ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ടീം ഇക്വേറ്റ് ചെയ്യാണ്. ഈ രണ്ടാമത്തെ ടീമും ഇവിടുത്തെ രണ്ട് ടീമും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് -1 കട്ടായി രണ്ട് സൈഡ് ചെയ്യുന്നു. ബാക്കിയുള്ളത് പവർ ഇവിടെ എന്താ ബേസ് 2 അടക്കുന്നത്. ബാക്കി ഇവിടെയും 2 ആണ്, ഇവിടെയും 2 തന്നെയാണ്. അതുകൊണ്ട് എന്തായിരിക്കും, പവറിന് ഈക്വൽ ആയേ പറ്റുള്ളൂ. അപ്പോൾ എന്താ m-n-ന്റെ വാല്യൂ 3 ആയിരിക്കും. നമുക്ക് n-ന്റെ വാല്യൂ ഓൾറെഡി കിട്ടിയായിരുന്നു. n-ന്റെ വാല്യൂ 3 ആണ്. സോ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ m-3 = 3 എന്ന് വരും. അതിൽ നിന്ന് ഈ മൈനസിന് അപ്പുറം പോയി കഴിഞ്ഞാൽ 3 + 3 6 എന്ന് വരും. അപ്പം m-ന്റെ വാല്യൂ 6ഉം n-ന്റെ വാല്യൂ 3ഉം ആയിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് 30ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് 30ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ട് സെറ്റ് വന്നിട്ടുണ്ട്. ഒന്നെന്ന് വെച്ചാൽ A = സെറ്റ് 1,2ഉം B = സെറ്റ് 2,3ഉം ആണ്. ഇതിൽ താഴത്തെ 4 ഓപ്ഷനകത്ത് ഏതാണ് ശരി എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്, ശരിയുടെ സാധനം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ഓപ്ഷൻ എടുക്കുക, ആ ഓപ്ഷൻ തന്നേക്കുന്ന കാര്യം ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ തന്നേക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമേ P(A)(B) എന്ന് വെച്ചാൽ പവർ സെറ്റ് ഓഫ് A(B) ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് A(B) കണ്ടുപിടിക്കുക. രണ്ട് സെറ്റിൻ്റെ യൂണിയൻ എടുക്കുക, അതിനുശേഷം അതിൻ്റെ പവർ സെറ്റ് എഴുതുക. പിന്നെ റൈറ്റ് സൈഡിലുള്ളതെന്ന് വെച്ചാൽ P(A) യൂണിയൻ P(B) എന്ന് വെച്ചാൽ പവർ സെറ്റ് ഓഫ് A യൂണിയൻ പവർ സെറ്റ് ഓഫ് B. അപ്പോൾ എന്തൊക്കെ വേണം, എയുടെ പവർ സെറ്റ് വേണം, ബിയുടെ പവർ സെറ്റ് വേണം, A യൂണിയൻ B വേണം, പിന്നെ അതിൻ്റെ പവർ സെറ്റ് വേണം. അപ്പോൾ 4 കാര്യങ്ങൾ വേണം. അത് രണ്ടും ഈക്വൽ അല്ല എന്നാണ് ആദ്യത്തെ കണ്ടീഷൻ. അത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തന്നെ ബാക്കിൽ അതിൻ്റെ ആൻസറിലേക്ക് വരാം. ഇവിടെ നമ്മുടെ ആദ്യത്തെ സാധനം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട P(A) ഉണ്ട്. P(A) എന്ന് വെച്ചാൽ പവർ സെറ്റ് ഓഫ് A ആണ്. ഇവിടെ എയുടെ എലമെന്റ്സ് 1,2 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എയിൽ 2 എലമെന്റ്സ് ഉണ്ട് 1,2. അപ്പോൾ ആദ്യം കൊടുത്തേക്ക് വെച്ചാൽ സെറ്റിൽ നൾ സെറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഏത് സെറ്റ് എടുത്താലും അതിൻ്റെ എല്ലാം എന്താണ് സബ്സെറ്റായിട്ട് ആര് കാണും, ഒരു നൾ സെറ്റ് കാണും. പിന്നെ എന്താണ് ഓരോ എലമെന്റ് 1 എഴുതിയേക്കുക, അതിൽ 2 എന്ന് പറഞ്ഞ എലമെന്റ് സെറ്റിനകത്ത് എഴുതുക. പിന്നെ എന്താണ് 1,2 ഒരുമിച്ച് എഴുതിയേക്കുക. ഈ 4 എലമെന്റ്സ് ആയിരിക്കും അതിൻ്റെ പവർ സെറ്റിൽ വരുന്നത്.
നൾ സെറ്റ് കാണും. പിന്നെ ഓരോ എലമെന്റ് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. പിന്നെ എന്ത് ചെയ്യുക, നമുക്കൊരു 2 എലമെന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ഒരുമിച്ച് എഴുതിയാൽ എന്ത് തന്നെ ആയിരിക്കും, അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഇനി അടുത്ത ബി എടുത്തു കഴിഞ്ഞാൽ ബിയിൽ 2 എലമെന്റാണ് ഉള്ളത്, 2ഉം 3ഉം 2 എലമെന്റ്സ് ഉള്ളത്. അപ്പോൾ പി ഓഫ് ബി എന്ന് വെച്ചാൽ പവർ സെറ്റ് ഓഫ് ബി ആണ്. അവിടെ എന്തൊക്കെ വരും, അവിടെ എന്താ ഇതൊക്കെ നൾ സെറ്റ് വരുന്നുണ്ട്, അതുപോലെ നൾ സെറ്റിനകത്ത് 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. 2,3 ഒരുമിച്ച് എഴുതിയാൽ അതും എന്തായിരിക്കും, അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഇനി അടുത്ത 3ാം സ്റ്റെപ്പിൽ എ യൂണിയൻ ബി കണ്ടുപിടിക്കുകയാണ്. എ യൂണിയൻ ബി എന്ന് വെച്ചാൽ യൂണിയൻ എന്ന് വെച്ചാൽ അർത്ഥം അല്ല എയിലെയും ബിയിലെയും എലമെന്റ്സ് എല്ലാം എന്ത് ചെയ്യുക, ഒന്നിച്ച് എഴുതുക എന്നാണ് യൂണിയൻ. ഇന്റർസെക്ഷൻ ആണെങ്കിൽ അതിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഇന്റർസെക്ഷനിൽ വരുന്നത്. ഇവിടെ യൂണിയൻ ആയതുകൊണ്ട് രണ്ടിലും എന്താ മൊത്തം എലമെന്റ് ഒരുമിച്ച് എഴുതുക. അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ 1 ഉണ്ട്, 2 ഉണ്ട്, വീണ്ടും 2, 3. അപ്പം 3 എലമെന്റുകളും ആകെ കോമൺ ആയിട്ട് 1, 2, 3. അപ്പം എ യൂണിയൻ ബിയിൽ 1, 2, 3 എന്ന് വരും. ഇനി വീണ്ടും എന്ത് ചെയ്യണം, ഈ സെറ്റിന്റെ പവർ സെറ്റ് വേണം എന്ന് വെച്ചാൽ അതൊരു ആദ്യം എന്ത് വരും, നൾ സെറ്റ് വരും. പിന്നെ ഓരോ എലമെന്റ് ഒരുമിച്ച് എഴുതുക, അതായത് 1, 2, 3 ഓരോ എലമെന്റ് ആയിട്ട് എഴുതി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് 2 എലമെന്റ് വെച്ച് പെയർ ചെയ്യാം. അതായത് 1,2 ഒന്ന് വരും, അത് കഴിഞ്ഞിട്ട് 2,3 എന്തായിരിക്കും ഒരു സബ്സെറ്റ്, പിന്നെ 1,3 മൂന്നാമത്തെ സബ്സെറ്റ്. പിന്നെ വേണമെങ്കിൽ മൂന്നാമതായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് 3 എലമെന്റ് ഒരുമിച്ച് എഴുതാൻ പറ്റും. അതായത് 1,2,3 എന്ന് എഴുതി കഴിഞ്ഞാൽ അതും എന്തായിരിക്കും അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഇത്രയായിരിക്കും അതിന് സബ്സെറ്റ് വരിക. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എടുക്കുക. ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡ് എന്താണുള്ളത്, ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പി ഓഫ് എ യൂണിയൻ ബി ആയിരുന്നു, അത് നമ്മൾ കണ്ടുപിടിച്ചു. പവർ സെറ്റ് ഓഫ് എ യൂണിയൻ ബി നമ്മൾ എടുത്തിരുന്നു. ഇതാണ് പി ഓഫ് എ യൂണിയൻ ബി. ഇനി റൈറ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ അവിടെ പി ഓഫ് എ യൂണിയൻ പി ഓഫ് ബി വേണം. അതായത് പവർ സെറ്റ് ഓഫ് എയും പവർ സെറ്റ് ഓഫ് ബിയുടെയും കൂടെ യൂണിയൻ വേണം. അതായത് ഈ 2 സെറ്റിനകത്തുള്ള എലമെന്റ്സ് എല്ലാം ഒരുമിച്ച് എഴുതി വെക്കുക. അപ്പോൾ എഴുതി വന്നിട്ട് കൊടുത്തിട്ടുണ്ട് സാധനം നമ്മുടെ പി ഓഫ് എ യൂണിയൻ പി ഓഫ് ബി എന്ന് വെച്ചാൽ നൾ സെറ്റ് 1, 2, 3, 1,2 വരും, 2,3. ആ 2 സെറ്റിലുള്ള എലമെന്റ്സ് എല്ലാം ഒന്നിച്ച് എഴുതിയേക്കാണ്. അതായിരിക്കും പി ഓഫ് എ യൂണിയൻ പി ഓഫ് ബി. നിങ്ങളിത് ഈ 2 സെറ്റ് നോക്കി കഴിഞ്ഞാൽ ഇത് 2 ഈക്വൽ അല്ല. കാരണം ഇവിടെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്, ഇവിടെ അത് എല്ലാം വന്നിട്ടില്ല. അതുകൊണ്ട് എന്തല്ല, ഈ 2 സെറ്റുകളും ഈക്വൽ ആയിരിക്കില്ല. സോ എന്തായിരിക്കും ഇവിടെ നോട്ട് ഈക്വൽ ടു ഇത് തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും, ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് എന്തായിരിക്കും അതിന്റെ ആൻസർ എ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് എ കോമ സെറ്റ് ബി ദെൻ ഫൈൻഡ് പി ഓഫ് എ. അതായത് തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന സെറ്റിന്റെ പവർ സെറ്റാണ് വേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന സെറ്റ് എയിൽ 2 എലമെന്റ്സ് ആണുള്ളത്, എയും ഉണ്ട്, സെറ്റ് ബിയും ഉണ്ട്. ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ആ ബിക്ക് ഒരു സെറ്റും കൂടെ അധികം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാ സെറ്റ് ബി ഒരു എലമെന്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേണ്ടത് പവർ സെറ്റ് ഓഫ് എ ആണ്. അപ്പോൾ പവർ സെറ്റ് നമുക്ക് അറിയാം എന്താണ്, നമ്മുടെ തന്നിരിക്കുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും അതിന്റെ സബ്സെറ്റുകൾ എഴുതിയിട്ട് ആ സബ്സെറ്റുകളെല്ലാം കൂടെ എന്ത് ചെയ്യുക, ഒരു സെറ്റിൽ എഴുതി വെക്കുക. സബ്സെറ്റുകൾക്കെല്ലാം കൂടെ ഒറ്റ സെറ്റിലാക്കുന്നതാണ് പവർ സെറ്റ്. ഇപ്പോൾ ഒന്നുമില്ല, ആദ്യത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ സെറ്റിൽ 2 എലമെന്റ് ഉണ്ട്, എയും ബിയും ഉണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഏത് സെറ്റ് എടുത്താലും അതിന്റെ എല്ലാം സബ്സെറ്റായിട്ട് ആദ്യം വരും, ഒരു നൾ സെറ്റ് വരും. നമ്മൾ ഓപ്ഷൻ കണ്ടാൽ ഇതായിരിക്കും അതിന്റെ ആൻസർ. നൾ സെറ്റ് ഉണ്ട്, അതുപോലെ ഓരോ എലമെന്റായിട്ട് സെറ്റിനകത്ത് എഴുതുക. അത് എ സെറ്റിനകത്ത് എഴുതിയേക്കുകയാണ്. ഇവിടെ സെറ്റ് ബിയെ ഒരു സെറ്റ് ഇട്ടെങ്കിൽ എഴുതുക, സെറ്റ് ബിനെ ഒരു സെറ്റിൽ എഴുതുക സബ്സെറ്റായി. വീണ്ടും എ കോമ ബി, ആ 2 കൂടെ എന്ത് ചെയ്യുക, വീണ്ടും ഒരു സെറ്റ് എഴുതുക. മൊത്തം 4 എലമെന്റ് കാണും, അതായിരിക്കും എന്താ അതിന്റെ സബ്സെറ്റ്. സോ അതിന്റെ ആൻസർ എ ആയിരിക്കും. അടുത്തതായിട്ട് 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ദ ഷെയ്ഡഡ് റീജിയൻ ഇൻ ദ ഫിഗർ റെപ്രസെന്റ്, അതായത് ഈ ഒരു പടം ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ, ഈ ഒരു വെൻ ഡയഗ്രം. ഈ വെൻ ഡയഗ്രം ഇതിനകത്ത് ഇതാണ് ഷെയ്ഡ് ചെയ്ത ഭാഗം. ഈ 2 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റുമാണ്. ഇതിൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം ഈ തന്നേക്കുന്ന 4 ഓപ്ഷനകത്ത് ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അത് എ ഇന്റർസെക്ഷൻ ബി ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ അർത്ഥം രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഭാഗം. നിങ്ങൾക്കറിയാം വെൻ ഡയഗ്രത്തിൽ കണ്ട ഇത് എയുടെ സർക്കിളാണ്, എയുടെ സർക്കിൾ, ഇത് ബിയുടെ സർക്കിൾ. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഭാഗം കണ്ട ഈ ഫൈറ്റ് കൊടുത്തിരുന്നില്ലേ, ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗമാണ് എ ഇന്റർസെക്ഷൻ ബി. അതുകൊണ്ട് അതല്ല ആൻസർ. രണ്ടാമത്തെ ഓപ്ഷൻ എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എയിലെയും ബിയിലെയും മൊത്തം എലമെന്റുകൾ വരണം. അതായത് ഈ സർക്കിൾ മൊത്തം ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും എന്ത്, എ യൂണിയൻ ബി. സർക്കിൾ, ഈ സർക്കിളും ഈ 2ാം സർക്കിളും മുഴുവനായിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും എ യൂണിയൻ ബി. ഇനി 3ാമത്തെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ബി മൈനസ് എ ആണ്. ബി മൈനസ് എ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ബിയിൽ നിന്നും എ ഒഴിവാക്കുക. അതായത് ബി എന്ന് പറയുന്ന സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ ബി എന്ന് പറയുന്ന സർക്കിളിൽ നിന്ന് ആ എ ഒഴിവാക്കി ബാക്കി ഭാഗം മാത്രം. അതായത് ഇതായിരിക്കും എ മൈനസ് ബി, ഇത് ബി മൈനസ് എയും ആണ്. അതായത് ബി മൈനസ് എ എന്ന് വെച്ചാൽ ആണ് ബി എന്ന് പറയുന്ന സർക്കിൾ, ഇതാണ് ബി എന്ന് പറയുന്ന സർക്കിൾ. ആ സെറ്റിൽ നിന്ന് എയുടെ ഇത്രയും ഭാഗം നമ്മൾ ഒഴിവാക്കി ബാക്കി മാത്രം ഷെയ്ഡ് ചെയ്തു. അതായത് ബിയിൽ മാത്രം വരുന്ന എലമെന്റ്സ് അതായിരിക്കും ബി മൈനസ് എ.
എന്നുവെച്ചാൽ ബിയിൽ നിന്ന് എ ഒഴിവാക്കുക, അല്ലെങ്കിൽ ബിയിലുണ്ട് എയിലില്ല, അങ്ങനെ ആലോചിച്ചാലും മതി. ബിയിൽ മാത്രമുള്ള എലമെന്റ്സ് ആണ് ബി മൈനസ് എ. സോ ഇതായിരിക്കും ബി മൈനസ് എ എന്ന് പറയുന്ന ഒരു സെറ്റ്. അതുകൊണ്ട് ഇതും എന്തായിരിക്കത്തില്ല, അതിന് ആൻസർ ആയിരിക്കത്തില്ല. പിന്നെ അതുകൊണ്ട് അതും അതിന്റെ ആൻസർ ആയിരിക്കില്ല. പിന്നെ നമ്മൾ നാലാമത്തെ ഓപ്ഷൻ കൊണ്ട് എ മൈനസ് ബിയും ബി മൈനസ് എയും കൂടെ ഒരുമിച്ച് യൂണിയൻ എടുത്തേക്കാണ് നാലാമത്തെ ക്വസ്റ്റിനകത്ത്. അപ്പോൾ അതുകൊണ്ട് എ മൈനസ് ബി ഇതാണ്. എ മൈനസ് ബി എന്ന് വെച്ചാൽ എയിലുള്ള എലമെന്റ്സ് മാത്രം, ബിയിലുള്ള ഒഴിവാക്കി എയിലെ എലമെന്റ് മാത്രം എടുത്ത് വെച്ചേക്കാണ്. അതാണ് എ മൈനസ് ബി. എയിൽ നിന്ന് ബിയെ മൈനസ് ചെയ്ത് മാറ്റി, എയിലെ എലമെന്റ് മാത്രം. ഇത് ബി മൈനസ് എ ആണ്. ബി മൈനസ് എ എന്ന് വെച്ചാൽ ബിയിൽ നിന്ന് എ ഒഴിവാക്കുക, ബിയിൽ നിന്ന് എനെ മൈനസ് ചെയ്ത് മാറ്റുക. ബിയിൽ നിന്ന് എയിലെ എലമെന്റ് എല്ലാം മാറ്റി ബിയിലെ പോർഷൻ മാത്രം ഷെയ്ഡ് ചെയ്യുന്നു. ഇതാണ് ബി മൈനസ് എ. ഈ രണ്ട് പടം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റിലെ പടം കിട്ടും. ഇതാണ് നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന പടം ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പോർഷനും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എ മൈനസ് ബി ആണ്, ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ബി മൈനസ് എ ആണ്. അത് ഒരുമിച്ച് എടുത്തേക്കുന്നതുകൊണ്ട് എന്താണ്, അതിന്റെ യൂണിയൻ ആണ്. അപ്പോൾ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ആണ് ഈ ഒരു ചാപ്റ്റർ. നമ്മൾ ചെയ്യാൻ പോകുന്നത് 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ തന്നേക്കുന്ന കാര്യങ്ങൾ ആദ്യം ഏതാണ്ട് ഇവിടെ y യൂണിയൻ 1,2, അതായത് y എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, അതിനെ 1,2 എന്ന് പറയുന്ന സെറ്റുമായിട്ട് യൂണിയൻ എടുത്തപ്പോൾ കിട്ടുന്ന ആൻസർ 1,2,3,5,9. ഈ ഒരു 5 എലമെന്റ്സ് ആയിരിക്കും അതിൻ്റെ യൂണിയനിൽ വരുന്ന എലമെന്റ്സ്. നമുക്ക് വേണ്ടത് y എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സിൻ്റെ എണ്ണം വേണ്ടേ, അത് y എന്ന സെറ്റിലെ എലമെന്റ്സ് വേണം. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് കൊണ്ട് y അറിയില്ല, അതിനെ ഇതുമായിട്ട് യൂണിയൻ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു സെറ്റ് കിട്ടി. അപ്പോൾ നമ്മുടെ ഉറപ്പായിട്ടും എന്തായിരിക്കും, ഈ 3, 5, 9 എന്ന് പറയുന്നത് ആ വൈയിലെ എലമെന്റ്സ് ആയിരിക്കും. എന്നാലേ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഈ സെറ്റ് കിട്ടുള്ളൂ. അപ്പോൾ 3ഉം 5ഉം 9ഉം എന്താവാം, വൈയുടെ എലമെന്റ് ആണ് ഉറപ്പായിട്ടും. പക്ഷെ വേണമെങ്കിൽ നമുക്ക് എന്താ, ഈ 1, 2ഉം ആ വൈയിൽ വരാം. ഇപ്പോൾ 1, 2, 3, 5, 9 എന്ന് പറയുന്നത് വൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാലും ഈ രണ്ട് സെറ്റിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ വലിയ സെറ്റ് തന്നെ കിട്ടും. പക്ഷേ ഇവിടെ ഓപ്ഷൻ തണ്ട 1, 2, 3, 5, 9 ഉണ്ട്, 3, 5, 9 ഉണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, തണ്ട വൈ ഈസ് ദ സ്മാളസ്റ്റ് എന്ന് പറയുന്നുണ്ട്, വൈ ഈസ് ദ സ്മാളസ്റ്റ് സെറ്റ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും, ഇത് വലിയ സെറ്റുമാണ്, ഇത് ചെറിയ സെറ്റും ആയതുകൊണ്ട് ചെറിയ സെറ്റ് ആയതുകൊണ്ട് എന്തായിരിക്കും, ബി ഓപ്ഷൻ ആയിരിക്കും അതിൻ്റെ ആൻസർ. അടുത്തതായിട്ട് 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആണ് എ ബി സി ആർ 3 സെറ്റ്സ്, ദെൻ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു. നമുക്ക് വേണ്ടത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സിയുടെ വാല്യൂ വേണ്ടേ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇത് ചെയ്യേണ്ട ഒന്നുമില്ല, ജസ്റ്റ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് പോയാൽ മതി. നമ്മളിപ്പോൾ ഈ ഒരു എ ഇന്റർസെക്ഷൻ കൊണ്ട് ഈ ഒരു ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇത്ര എഴുതാണ്ട് ആദ്യം എ ഇന്റർസെക്ഷൻ ബി എന്ന് വരും. ആദ്യത്തെ ടൈം എ ഇന്റർസെക്ഷൻ ബി എന്ന്. നാലാമത്തെ ഓപ്ഷൻ്റെ ആൻസർ എ ഇന്റർസെക്ഷൻ ബി. നടുക്ക് കിടക്കുന്ന സിമ്പിൾ എന്ന് വെച്ചാൽ യൂണിയൻ ആണ്, നടുക്ക് അതുപോലെ യൂണിയൻ വന്നു. വീണ്ടും എ ഇന്റർസെക്ഷൻ കൊണ്ട് അടുത്ത ടൈം സി ആണുള്ളത്, അപ്പം എ ഇന്റർസെക്ഷൻ സി എന്ന് വരും. എ ഇന്റർസെക്ഷൻ സി ആയിരിക്കും അടുത്ത വാല്യൂ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിൽ പോയാൽ മതി. അടുത്തായിട്ട് 47ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. അവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റ് തന്നിരിക്കുന്നത് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 25ഉം ബി എന്ന് പറഞ്ഞ സെറ്റ് തന്നിരിക്കുന്നത് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 16 വൈ സ്ക്വയർ ഈക്വൽ 144 എന്നാണ്. എങ്കിൽ ഈ എയുടെയും ബി എന്ന രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, എ ഇന്റർസെക്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര പോയിന്റ്സ് കോമൺ ആയിട്ട് കാണും, അതിൽ എയിലും ബിയിലും സെറ്റിന്റെ രണ്ട് ഗ്രാഫ് വരച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് എത്ര പോയിന്റ് കോമൺ ആയിട്ട് കാണും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അതിന്റെ ആൻസറിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ടാമത്തെ സെറ്റ് തന്നിരിക്കുന്നത് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് 16 വൈ സ്ക്വയർ ഈക്വൽ 144 എന്നാണ്. അതായത് ഈ ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ എക്സിനും സ്ക്വയർ ഉണ്ട്, വൈക്കും സ്ക്വയർ ഉണ്ട്. ഇതൊരു എലിപ്സിന്റെ ഇക്വേഷൻ ആണ്, പക്ഷേ സ്റ്റാൻഡേർഡ് ഫോം അല്ല. നിങ്ങൾ ഈ പ്ലസ് വണ്ണിൽ കാര്യം പഠിച്ചായിരുന്നു എലിപ്സൊക്കെ, അത് നമ്മൾ ഇക്വലം വീണ്ടും നമ്മൾ നോക്കും ഇതിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത വരുന്ന ചാപ്റ്ററിലുണ്ട് എലിപ്സ്. അതാണ്ട് എലിപ്സിന്റെ ഫോമിൽ കിടക്കുകയാണ്, എക്സിനും സ്ക്വയർ ഉണ്ട്, വൈക്കും സ്ക്വയർ ഉണ്ട്, നടുക്ക് പ്ലസ് ആയതുകൊണ്ട് ഇത് എലിപ്സിന്റെ ഒരു ഫോമിൽ കിടക്കുകയാണ്. പക്ഷേ സ്റ്റാൻഡേർഡ് ഫോം ഇതല്ല. എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഫോം ഇതാണ്, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ 1 എന്നതാണ് സ്റ്റാൻഡേർഡ് ഫോം.
നമുക്ക് തന്നേക്കുന്ന ഇക്വേഷനകത്ത് എക്സ് സ്ക്വയർ പ്ലസ് 16y സ്ക്വയർ ഈക്വൽ ടു 144 എന്നാണ്. അതായത് അതിന്റെ റൈറ്റ് സൈഡ് 144 നമുക്ക് എന്താക്കണം അതിനെ ഈ സ്റ്റാൻഡേർഡ് ഫോമിൽ റൈറ്റ് സൈഡ് 1 ആയതുകൊണ്ട് അതിനെ എന്ത് ചെയ്യുക, തന്നേക്കുന്ന ഇക്വേഷൻ ഇതായിരുന്നു. എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 16y സ്ക്വയർ ഈക്വൽ ടു 144 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ റൈറ്റ് സൈഡ് 1 ആക്കാൻ വേണ്ടി ഇക്വേഷൻ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നൊരു 144 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്ട് എക്സ് സ്ക്വയർ എന്താണ്ട് ആദ്യത്തെ ടേമിന് എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ടേമിന് ഒരു 140 ഡിവൈഡ് ചെയ്തു. രണ്ടാമത്തെ ടേം 16y സ്ക്വയർ ആണ്, അതിനെ ഒരു 144 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റൈറ്റ് സൈഡ് 144 ആയിരുന്നു, അതിനെ എന്ത് ചെയ്തു 144 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്താണ്ടേ ഈ എക്സ് സ്ക്വയർ ബൈ താണ്ടേ 144 നമുക്ക് എന്ത് ചെയ്യാം 12ന്റെ സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ എഴുതി ഇവിടെ നിന്നാണ് ഈ 16ഉം 140 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ 9 എന്ന് വരും. 9 നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതാം. റൈറ്റ് സൈഡ് താണ്ടേ രണ്ടും കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി 1 മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വന്നു. ഇത് താണ്ട എക്സ് സ്ക്വയർ ബൈ 12ന്റെ സ്ക്വയർ, അത് എ സ്ക്വയർ ഈക്വൽ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ഫോമായി. ഇതിപ്പം എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഫോമാണ്. ഇവിടെ എയുടെ വാല്യൂ എന്ന് വെച്ചാൽ എയുടെ വാല്യൂ എത്രയാണ് 12 ആണ്. എയുടെ വാല്യൂ 12. അപ്പോൾ എ സ്ക്വയർ 12 ആയതുകൊണ്ട് 12ഉം ബിയുടെ വാല്യൂ 3 ആണുള്ളത്. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കൊണ്ട് ഇതായിരിക്കും എലിപ്സ് കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോകുമ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 എന്നാണ്. ഇത് എന്ത് ഫോമിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ഫോമാണ്. സർക്കിളിന്റെ യഥാർത്ഥ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ താഴെ കൊടുപ്പുണ്ട്. എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നാണ് സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ. അവിടെ എച്ചും കെയും, ഈ എച്ചും ഈ കെയും എന്ന് വെച്ചാൽ ആ സർക്കിളിന്റെ സെന്റർ ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ അതാണ്ട് എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ, അതായത് ഈ എച്ചിന്റെ വാല്യൂ എന്താണ് 0 ആണ്. അതുപോലെ ഇവിടെ വൈ സ്ക്വയർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കെയുടെ വാല്യൂ എന്തായിരിക്കും ഇവിടെ 0 ആയിരിക്കും. സോ അതാണ് ഇവിടെ 0, എച്ചും കെയും 0 ആയി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അതായത് ആർ സ്ക്വയറിന്റെ വാല്യൂ ഇവിടെ 25 ആണ്. ആർ സ്ക്വയറിന്റെ വാല്യൂ 25 ആണെങ്കിൽ അതിന് ആറിന്റെ വാല്യൂ എന്ത് കിട്ടും, നമുക്ക് 5 എന്ന് കിട്ടും. ആർ സ്ക്വയർ 25 ആണെങ്കിൽ ആറിന്റെ വാല്യൂ √25 5 എന്ന് വരും. അത് സർക്കിളിന്റെ റേഡിയസ് ആണ് 5. 5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള എച്ച് കെ എന്ന് വെച്ചാൽ സെന്ററുമാണ് കേട്ടോ. എച്ച് കെ എന്ന് വെച്ചാൽ ആ സർക്കിളിന്റെ സെന്റർ ആയിരുന്നു. ഇവിടെ എച്ചിന്റെ കെയുടെ വാല്യൂ 0 ആയതുകൊണ്ട് 0 ആണ് ആ സർക്കിളിന്റെ സെന്റർ. എന്ന് വെച്ചാൽ 0 എന്ന് ചെയ്ത് പോയിന്റ് നമ്മുടെ ഒറിജിൻ ആണ്. നമ്മുടെ രണ്ട് എക്സ് വൈ ആക്സിന്റെ ഒറിജിൻ, ആ ഒറിജിൻ ആണ് 0 എന്നുള്ള പോയിന്റ്. അപ്പോൾ ഒറിജിന് സെന്റർ ആയിട്ടുള്ള 5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ഇക്വേഷൻ ഒരു എലിപ്സ് ആയിരുന്നു. നമ്മൾ വീട് നടത്താൻ ഗ്രാഫിലേക്ക് വരുന്നതാണ്. ആ ഗ്രാഫ് വെച്ചാണ് വരച്ചേക്കുന്നവര്. 5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളും ഉണ്ട്, നമ്മുടെ രണ്ടാമത്തെ എലിപ്സ് ഉണ്ട്, എക്സ് ആക്സ് ഉള്ള ഒരു എലിപ്സും ഉണ്ട്. രണ്ടിലും കോമൺ പോയിന്റ് വെക്കാനുണ്ട് 1, 2, 3, 4 മൊത്തം 4 പോയിന്റുകളാണ് ഇവിടെ കോമൺ ആയിട്ട് വരും രണ്ടിനകത്തും. സോ അതിനകത്ത് എന്താണ് എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ 4 ആയിരിക്കും. മൊത്തം 4 പോയിന്റ് ആയിരിക്കും അതിലുള്ളത്.